ഹായ്, എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രണയിക്കുന്ന ആളുകളാണെങ്കിലും അതല്ല മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും അറിയാൻ ആഗ്രഹം ഉണ്ടാവുക, എൻ്റെ റിലേഷൻഷിപ്പിലുള്ളത് ഒരു യഥാർത്ഥ പ്രണയമാണോ, അതായത് എൻ്റെ ബന്ധത്തിലെ യഥാർത്ഥ പ്രണയമാണോ ഉള്ളത് എന്നുള്ളതായിരിക്കും. ഇപ്പോൾ നമ്മൾ മാരേജ് കഴിഞ്ഞാൽ കൂടി നമുക്കൊരു റിലേഷൻഷിപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രണയമാണ്. അതുണ്ടെങ്കിൽ ലൈഫ് കുറച്ച് നല്ല രസത്തിലൊക്കെ മീൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല, ടോപ്പിക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ബന്ധത്തിൽ യഥാർത്ഥ പ്രണയമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും, അതിനുള്ള കുറച്ച് അടയാളങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സൈനുകൾ എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സ്വയം സന്തോഷം വരുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം എന്ന് നമുക്ക് തോന്നുക. ഇപ്പം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവുക നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ മുഖത്തൊരു ചിരി വരിക അല്ലെങ്കിൽ ഒരു സന്തോഷമൊക്കെ കാണുക എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മീൻസ് നമ്മളെ കൂടുതൽ സന്തോഷവാനാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ അവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ഇഷ്ടമുള്ള കാര്യം എന്നുള്ളതാണ്. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടും അവർ ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾ കാരണം അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ, ഇപ്പം നിങ്ങൾ കാരണം തന്നെ ആവണമെന്നില്ല, അവരുടെ ചെറിയ സന്തോഷങ്ങൾ പോലും നിങ്ങൾക്കും സന്തോഷമായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, അതേപോലെ നിങ്ങളെ സന്തോഷിപ്പിക്കാനും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം മറ്റൊന്നല്ല, നിങ്ങൾ തമ്മിലുള്ളത് യഥാർത്ഥ പ്രണയമാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സന്തോഷങ്ങൾ നിങ്ങളുടേത് കൂടി ആണെന്ന് തോന്നുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ചയും ത്യാഗവും സഹിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാം. മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. ഒരിക്കലും മാരേജ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമുള്ളതാണെന്ന് പറയുന്നില്ല, എങ്കിലും ഒരു എക്സാമ്പിൾ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുകയാണ്. പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അവർക്ക് പുറത്ത് ജോലിക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പുറത്തല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ആ സ്ഥലം വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി നിൽക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു സ്ഥലത്ത് നിൽക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ താമസിക്കുന്ന വീടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അവിടെ നിന്ന് വിട്ടു പോകാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്തോ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നുന്നൊരു കാര്യമാണെന്ന് വിചാരിക്കുക. പക്ഷേ ആ ജോലിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഈ സ്ഥലം വിട്ട് പോകാം എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് പിന്നെ അവരുടെ കൂടെ ആ ജോലിക്ക് മീൻസ് അവർ പോകുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണ്. അവിടെ നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് നിങ്ങളുടെ സന്തോഷം, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളവിടെ വേണ്ടാന്ന് വെക്കുന്നുണ്ടായിരിക്കാം. മീൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ ഹാപ്പി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ത്യാഗങ്ങൾ സഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇത് മാത്രമല്ലാതെ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നുണ്ട്, പക്ഷെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം അവർക്ക് വേണ്ടി നിങ്ങൾ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് വേണ്ടി അവരും അതേ രീതിയിൽ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ളൊരു സൈൻ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത് യഥാർത്ഥ പ്രണയമാണ് എന്നുള്ളതിൻ്റെ. ദെൻ നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ ആയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ നഷ്ടമാവുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതായത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഫ്രീഡം തരില്ല എന്ന് പറയുന്നു എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പോയി ക്വസ്റ്റ്യൻ ചെയ്യുക, അതല്ലെങ്കിൽ എന്തിനാണത് ചെയ്യുന്നത്, എന്നോട് പറയാണ്ട് എന്തിനു ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു അധികാരം കാണിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണ് മിക്ക റിലേഷൻഷിപ്പിലും കാണാറുള്ളത്. പക്ഷേ ഒരു യഥാർത്ഥ പ്രണയമുള്ള ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. മീൻസ് നമ്മൾ അവരുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്പേസിനെ നമ്മൾ ബഹുമാനിക്കും എന്നുള്ളതാണ്. ആ ഒരു ബഹുമാനം എന്നുള്ളത് എല്ലാ രീതിയിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഫ്രീഡം, ആ ഫ്രീഡത്തിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചു നിർത്തുകയല്ല ചെയ്യുന്നത്. അതായത് നിനക്ക് തരില്ല, നീ അത്ര ഫ്രീ ആയിട്ട് നടക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുകയല്ല ചെയ്യുന്നത്. പകരം അത് അവരുടെ ഫ്രീഡമാണ്, അവരുടെ പേഴ്സണൽ സ്പേസ് ആണ്, അല്ലെങ്കിൽ അവർക്കുള്ള റൈറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളിത് വിട്ടുകൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചട്ടക്കൂടിൽ ഇരിക്കുന്ന പോലെ അല്ലാതെ ഒരു ഫ്രീ ബേർഡായിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ പാർട്ട്ണർക്ക് മീൻസ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ളത് യഥാർത്ഥ പ്രണയമാണ്. അതേപോലെ തിരിച്ചും നിങ്ങൾ അവരോട് അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ളതും യഥാർത്ഥ പ്രണയമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പരസ്പരം കേൾക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് നമ്മൾ കുറേ ഇൻട്രസ്റ്റ് കാണിക്കുന്നുള്ളതാണ്. അതായത് എത്ര നേരം എടുത്താലും കുഴപ്പമില്ല, നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇരുന്ന് കൊടുക്കും. അതായത് നമ്മൾ ചുമ്മാ പേരിന് ഇങ്ങനെ ഇരിക്കുന്നതൊന്നായിരിക്കില്ല, കറക്റ്റായിട്ട് അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കേട്ടിരിക്കും എന്നുള്ളതാണ്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിൽ, അതായത്
ഇപ്പം അവർ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മൾ ചുമ്മാ പേരിന് കേട്ടുകൊണ്ടിരിക്കുകയല്ല, അവരെന്തോ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയല്ല, അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ തിരിച്ചും നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയാൻ പോകുന്ന സമയത്ത് അവർ തടസ്സങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടേതായ തിരക്കുകൾ പറഞ്ഞിട്ടോ പോവാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതും നിങ്ങൾക്കിടയിലുള്ള യഥാർത്ഥ പ്രണയത്തിന്റെ ഒരു അടയാളം തന്നെയാണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ബന്ധം ശാന്തവും അതുപോലെ തന്നെ ഭയങ്കര സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അവർ നിങ്ങളുടെ കൂടെയുള്ള ഓരോ സമയവും നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു കെയർ ഉള്ളതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സേഫ് ആണെന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് വഴക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, ഭയങ്കര കാമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ശാന്തമായിട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നുണ്ടാവുക. എന്ന് കരുതി ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും വഴക്കുകൾ ഉണ്ടാവില്ല എന്നല്ല, ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്, ഹെൽത്തി ഫൈറ്റ്സ് നല്ലതാണ്, അതുണ്ടാവണം. കുറച്ചൊക്കെ പിണക്കങ്ങൾ വരുമ്പോഴാണ് നമ്മൾക്ക് ഇണങ്ങുമ്പോൾ കുറച്ചുകൂടി സ്നേഹം അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ കുറച്ച് രസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിണക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും വലിയൊരു വഴക്കിലേക്ക് പോകരുത്, പകരം ചെറിയ ചെറിയ ഹെൽത്തി ഫൈറ്റുകൾ, ആ ഫൈറ്റുകൾ ഉണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൊതുവേ നിങ്ങൾക്ക് ഭയങ്കര ശാന്തമായതുപോലെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതേപോലെ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഓരോ സമയവും നിങ്ങൾ ഭയങ്കര സേഫാണ്, അതായത് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഞാൻ ഓക്കെയാണ്, എൻ്റെ കൂടെ ആളുണ്ട്, അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത് യഥാർത്ഥ പ്രണയമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ബന്ധത്തിലുള്ളത് യഥാർത്ഥ പ്രണയമാണ് എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥ പ്രണയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിപ്പിക്കാതിരിക്കുക, അതായത് ലൈഫ് ലോങ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കാണാറുണ്ട് മിക്ക പ്രണയങ്ങളും സ്റ്റാർട്ടിങ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കട്ട പ്രണയം, ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങോട്ട് കുറേ പോകുമ്പോഴത്തേക്കും അതിങ്ങനെ മങ്ങി തുടങ്ങുന്നുള്ളതാണ്, അതായത് ആ ഇഷ്ടം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടാവും. അപ്പോൾ പിന്നീട് ആ ഒരു ബന്ധത്തിൽ ഉണ്ടാവുക യഥാർത്ഥ പ്രണയമായിരിക്കില്ല, എങ്ങനെയൊക്കെ ഉന്തിയും തള്ളിയൊക്കെ ആ റിലേഷൻഷിപ്പ് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള രീതിയിലായിരിക്കും പലരും ആ ബന്ധം കൊണ്ടുപോകുന്നുണ്ടാവുക. പക്ഷേ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രണയബന്ധമായിരിക്കാം, അതല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരിക്കാം, എങ്കിൽ കൂടി ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ബന്ധത്തിലുള്ളത് യഥാർത്ഥ പ്രണയമാണ്. അപ്പോൾ യഥാർത്ഥ പ്രണയമുള്ള ഒരാൾ നിങ്ങളെ വിട്ടിട്ട് പോവില്ല എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ളൊരു ബന്ധം ഒരിക്കലും നിങ്ങളായിട്ട് അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കാതിരിക്കുക. ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അത് ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയിലോ ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഉപകാരമായിരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനലിൽ മെയിനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് മോട്ടിവേഷൻ, സൈക്കോളജിക്കൽ വീഡിയോസൊക്കെയാണ്. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ ഇനി കാണാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്